ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രമ്യാവ് 8:17 മുതൽ 22 വരെ. നാം നമ്മുടെ രക്ഷയ്ക്കായിട്ട് പലതും നമ്മുടെ സ്വന്തം ശക്തിയാൽ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. ദൈവിക ന്യായവിധിയെ തടുക്കുവാൻ നമുക്ക് ശക്തിയില്ല. എത്ര വലിയ കൊട്ടാരമാണെങ്കിലും അവിടെ നാം സുരക്ഷിതരാകുകയില്ല. 18-ാമത്തെ വാക്യത്തിൽ, അയ്യോ, എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ ഈ വാക്യം മുതൽ താഴേക്ക് കാണുന്നത് പ്രവാസത്തിൽ ആയിരിക്കുന്ന യഹൂദ ജനത്തിൻ്റെ നിലവിളിയാണ്. അവരുടെ ദൈവം എവിടെയാണെന്നവർ ചോദിക്കുന്നത്. തങ്ങളുടെ ദൈവത്തെ കോപിപ്പിച്ച് അന്യദേശത്ത് അടിമകളായി കിടന്ന് അവർക്ക് ആശ്വാസത്തിനായിട്ട് ദൈവത്തോടിപ്പോൾ നിലവിളിക്കുകയാണ്. ദൈവം അവരോട് പറയുന്നത്, അവർ വിഗ്രഹങ്ങളും മിഥ്യാമൂർത്തികളും കൊണ്ട് അവർ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ടാണ് പ്രവാസത്തിൽ പോകേണ്ടതായി വന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാതെ അന്യ ദൈവങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ അന്യ ദൈവങ്ങളെ സേവിക്കുന്ന അന്യദേശങ്ങളിലേക്ക് പ്രവാസികളായിട്ട് അയച്ചു. ഇപ്പോൾ അവർ അവിടെ കിടന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. അപ്പോൾ കൊയ്ത്തിൻ്റെ സമയത്ത് ഫലം ശേഖരിക്കുമ്പോൾ ഫലമൊന്നും ലഭിക്കാതിരുന്നാൽ ആ കൃഷിക്കാരൻ തകർന്നു പോവും. കൃഷിക്കാരൻ വളരെ പ്രതീക്ഷയോടെയാണ് വിത്ത് വിതച്ചത്. എങ്കിലും കൊയ്തപ്പോൾ ഫലമൊന്നും ലഭിക്കാതിരുന്നത് പോലെയാണ് നാം രക്ഷിക്കപ്പെടാതിരിക്കുന്നത്. ഈ അനുഭവം കൃഷിക്കാരനെ നിരാശിതനാക്കും. 21-22 വാക്യങ്ങളിൽ, എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? ഈ വാക്യങ്ങളിലെ യിരെമ്യാവ് തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ കണ്ട് ദുഃഖിക്കുകയാണ്. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവിക ന്യായവിധി നമ്മുടെ ഇടയിലും നമ്മുടെ രാജ്യത്തിലും നാം സ്നേഹിക്കുന്ന അനേകരുടെ ഇടയിലും വരാതിരിക്കാനായിട്ട്, യഥാർത്ഥമായി ഒരു മാനസാന്തരം അവരുടെ ഉള്ളിൽ നടക്കാനായിട്ട് നാം പ്രാർത്ഥിക്കണം. നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ഉണർവ് നമ്മുടെ ദേശത്തും നമ്മുടെ രാജ്യത്തിലും ലോകം മുഴുവനും അയക്കാൻ ദൈവം ശക്തനാണ്. അബ്രഹാം ലൂത്തിനു വേണ്ടി ഇടിവിൽ നിന്നതുപോലെയും മോശ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെയും നമ്മളും പ്രാർത്ഥിച്ചാൽ ന്യായവിധി വരുന്നതിന് മുമ്പ് മാനസാന്തരത്തിന് ദൈവം ഹൃദയങ്ങളെ തുറക്കും. നമുക്ക് യിരെമ്യാവിൻ്റെ ഹൃദയം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ തൻ്റെ ജനത്തിൻ്റെ മാനസാന്തരത്തിനായി യിരെമ്യാവെ പോലെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഒരു തകർന്ന ഹൃദയം നമുക്കുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു എന്നാണ് യിരെമ്യാവ് പ്രാർത്ഥിച്ചത്. ജനത്തിൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയാനാണ് താൻ പ്രാർത്ഥിച്ചത്. അന്നത്തെ കാലത്ത് ഗിലെയാദിൽ വൈദ്യനും രോഗശമനത്തിനുള്ള തൈലവും ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദയുടെ പാപമാകുന്ന രോഗത്തിന് ഒരു ശമനവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അതിനുള്ള പ്രതിവിധി ഉണ്ട്. യേശുവാണ് നമ്മുടെ വൈദ്യൻ. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ സുഗന്ധ തൈലം. ഹൃദയത്തിലെ സകല പാപങ്ങളും കഴുകിക്കളവാൻ ശക്തിയുള്ള ക്രൂശിൽ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് നാം മറ്റുള്ളവരോട് പറയണം. വലിയവനായ ഈ വൈദ്യൻ നമ്മുടെ സകല പാപങ്ങൾക്കായും സകല ശാപങ്ങൾക്കായും രോഗങ്ങൾക്കായുമാണ് തകർക്കപ്പെട്ടത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ചതിനാൽ നമുക്ക് സൗജന്യമായി ലഭിച്ച ഈ നിത്യജീവനെക്കുറിച്ച് നമുക്ക് മറ്റുള്ള
അനേകരോട് നമുക്ക് പറയാം. അവർ ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. യേശുവേ, അനേകർ കർത്താവേ ഞങ്ങളുടെ ചുറ്റിനുമുണ്ടല്ലോ കർത്താവേ. ഈ ന്യായവിധിയിൽ നിന്ന്, ദൈവിക ന്യായവിധിയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.